തിങ്ക് ഗ്ലോബലി കെയർ ലോക്കലി. ഈ ഒരു പരിസ്ഥിതി ദിനത്തിൽ ചിന്തിക്കേണ്ട ഒരു പദം തന്നെയാണ്. ഈ പരിസ്ഥിതിയെ സംരക്ഷിക്കാനായിട്ട് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യണമെന്നില്ല. ചുറ്റുപാടുകളെ ഒന്ന് ശ്രദ്ധിക്കുക. ഒരു മരം തൈ വെച്ചുകൊണ്ട് ആ ഒരു പരിസ്ഥിതി ദിനത്തോടുള്ള പ്രതിബദ്ധത ഒതുങ്ങിപ്പോകാതെ ചുറ്റുവട്ടങ്ങളിലെ പ്രശ്നങ്ങളെ നമുക്കൊന്ന് ചെറിയ രീതിയിൽ നമുക്കൊന്ന് മനസ്സിലാക്കാം. ഒന്നാമതായിട്ട് പ്രകൃതിയുടെ പൊല്യൂഷൻ ഇൻഡിക്കേറ്റർ അഥവാ ലൈക്കണുകൾ ഇവ ഇല്ലാതാകുന്നത് ഗുരുതരമായ വായുമലിനീകരണത്തിന്റെ ലക്ഷണമാണ്. രണ്ടാമതായിട്ട് ബയോ ഇൻഡിക്കേറ്റേഴ്സിൽപ്പെട്ട തവളകൾ ഇവ ഇല്ലാതാകുന്നത് സ്ഥലം ഗുരുതരമായ ഒരു പാരിസ്ഥിതിക പ്രശ്നം നേരിടുന്നു എന്ന വലിയൊരു സൂചനയാണ്. മൂന്നാമതായിട്ട് അമീബയുടെ എണ്ണത്തിലെ വർധനവും മലിനജലവും മാലിന്യങ്ങളും ജലാശയങ്ങളിലേക്ക് ഒഴുകിച്ചേരുന്നതിന്റെ ഏറ്റവും വലിയ സൂചനയാണ് അമീബയുടെ വളർച്ചയും വ്യാപനം. നാലാമതായിട്ട് അധിനിവേശ സസ്യങ്ങളുടെ കടന്നുകയറ്റവും വ്യാപനം. ഉദാഹരണം കാറ്റ്സ് ക്രോ എന്ന മനോഹരമായിട്ടുള്ള ചെടി. കാറ്റ്സ് ക്രോ മറ്റ് ചെടികളുടെ വൈവിധ്യത്തിന് ഭീഷണിയും അതിന്റെ ചില രാസവസ്തുക്കൾ മറ്റു ചെടികൾ വിത്തുകൾ മുളയ്ക്കുന്നതിന് തടയുകയും ചെയ്യുന്നു. നമ്മുടെ ഫ്ലെക്സിന്റെ ഉപയോഗം, ആഘോഷവേളയിൽ ഉണ്ടാകുന്ന കരിമരുന്നിന്റെ ഉപയോഗം, അതുപോലെ തന്നെ പച്ചിമോട്ട ഇടിച്ചു നിർത്തുന്നത്. വയനാടിന്റെ വലിയൊരു പ്രശ്നത്തിന് കാരണം പച്ചിമോട്ട ഇടിച്ചു നിർത്തിയാണ്. വിശാലമായിട്ട് ചിന്തിക്കുക, ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുക. പ്രകൃതിയെ നമ്മൾ നശിപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ സ്വത്തിനെയാണ് നമ്മൾ നശിപ്പിക്കുന്നത്.